ബാഗ്ദാദ് മധ്യകാല പ്രതാപത്തിന്റെ തലസ്ഥാനമായ നഗരം. തേനീച്ച കൊട്ടാരം എന്നറിയപ്പെടുന്ന സുബൈദ ബീവിയുടെ കൊട്ടാരം ആളുകൾ കൂടി നിൽക്കുകയാണ്. ഇന്നാണ് മക്കയിൽ സുബൈദ ബീവി നിർമ്മിച്ച ഐൻ സുബൈദ എന്ന കനാലിനെ പറ്റി പ്രഖ്യാപനം വരുന്നത്. ആളുകൾ ആകാംക്ഷയോടെ ബീവി വരുന്നതും കാത്ത് കൊട്ടാരമുറ്റത്ത് കൂടിയിരിക്കുകയാണ്. ആഢ്യത്വത്തിന്റെ പ്രതിരൂപമായ സുബൈദ ബീവി ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിനായി കടന്നു വന്നു. ഇന്നേ ദിവസം മക്ക കനാൽ പദ്ധതിയുടെ എല്ലാ കണക്കുകളും തീർന്നതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എനിക്ക് കടക്കാരാണെങ്കിൽ അവർ ഇനി അത് തരേണ്ടതില്ല. ഇനി ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഇരട്ടി തുകയായി ഇന്ന് ഞാൻ തരുന്നതാണ്. ശേഷം കണക്കുകളൊക്കെ ക്ലോസ് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയ ബീവി കണക്ക് പുസ്തകം പുഴയിലെറിയാൻ ഉത്തരവിറക്കി. എന്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്നാണ്, ബീവി കൂട്ടിച്ചേർത്തു. സുബൈദ, വെണ്ണ പോലെ നിർമ്മലമായവൾ എന്നർത്ഥം വരുന്ന നാമത്തിൽ അവരെ ആദ്യമായി അഭിസംബോധന ചെയ്തത് പിതാമഹനും ബാഗ്ദാദിന്റെ ശില്പിയുമായിരുന്ന ഖലീഫ മൻസൂർ ആയിരുന്നു. മൻസൂറിന്റെ മകൻ ജാഫറിന്റെയും ഭാര്യയായിരുന്ന സെൽസലിന്റെയും മകളായി CE 766 മഹദി ജനിക്കുന്നത്. ജാഫറിന്റെ സഹോദരനായ ഖലീഫ മഹദിയുടെ മകനും സമപ്രായക്കാരനുമായ ഹാറൂനെയാണ് ബീവി വിവാഹം ചെയ്തത്. 1001 രാവുകളിലെ നായകനായി അറിയപ്പെടുന്ന വിഖ്യാത ഖലീഫ ഹാറൂൺ അൽ റഷീദ്. ഹാറൂൺ അൽ റഷീദ് ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും കരുത്തനായ വ്യക്തി. ഇൻഡസ് നദിക്കര മുതൽ അറ്റ്ലാന്റിക് സമുദ്രം വരെ പരന്നു കിടക്കുന്ന പ്രവിശാലമായ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി. ഹാറൂനും സുബൈദയും തമ്മിലുള്ള ബന്ധം മധ്യകാല നാഗരികതയുടെ കാൽപ്പനിക ആഖ്യാനമായിരുന്നു. സുബൈദയുടെ ജീവിതത്തിന് 2 ഘട്ടങ്ങൾ ചരിത്രകാരന്മാർ പറയുന്നത് ഹാറൂന്റെ ഒപ്പമുള്ള ജീവിതവും അതിനുശേഷം വളർത്തുപുത്രനായിരുന്ന ഖലീഫ മാമൂന്റെ ഭരണകാലവുമായിരുന്നു. ഹാറൂൺ അൽ റഷീദ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിവേകിയായ ഭരണാധികാരികളിൽ ഒരാളായാണ് അറിയപ്പെടുന്നത്. ഈ വിവേകം സുബൈദയുടെ പിന്തുണയാണെന്ന് പറഞ്ഞാൽ അത് നീതികേടാവും. കാരണം ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലത്ത് ഹാറൂനോളമോ അല്ലെങ്കിൽ അതിലേറെയോ പല ഘട്ടത്തിലും ഭരണകൂടത്തെ സുബൈദ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനു പകരം 2 സ്വതന്ത്ര വ്യക്തിത്വങ്ങളായി ഇവരെ കണ്ടെടുക്കുന്നതാണ് അതിലെ മനോഹര വശം. സുബൈദയെയും ഹാറൂനെയും നായികാനായകന്മാരാക്കി ധാരാളം നാടോടി കഥകളും കവിതകളും വിഖ്യാതരായ പല പേർഷ്യൻ കഥ പറച്ചിലുകാരും ഉണ്ടാക്കിയിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായത് 1001 രാവുകളിൽ അസൂയക്കാരിയായ സഹോദരിയാൽ കടലിലെറിയപ്പെട്ട വിവേകമതിയായ യുവതിയുടെ കഥയാണ്. സുബൈദ ബീവിയുടെ കൊട്ടാരം സ്വപ്ന സമാനമായിരുന്നു. 100ഓളം ഖുർആൻ പണ്ഡിതരായിരുന്ന സ്ത്രീകൾ അവിടെ ഖുർആൻ പാരായണത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. തന്റെ വീടിന്റെ ഏത് ഭാഗത്ത് നിൽക്കുമ്പോഴും ഖുർആൻ കേൾക്കുക എന്നത് ബീവിയുടെ ദിനചര്യയായിരുന്നു. മാത്രമല്ല മറ്റനേകം മേഖലകളിൽ പാണ്ഡിത്യമുള്ള ധാരാളം പണ്ഡിത സ്ത്രീകളെ ബീവി അവിടെ താമസിപ്പിച്ചിരുന്നു. മതവിഷയങ്ങളിൽ എന്ന പോലെ ശാസ്ത്ര വിഷയങ്ങളിലും തൽപരയായിരുന്ന ബീവി അറിവുകൾ തേടുന്നതിൽ വളരെ കുതുകിയായിരുന്നു. ഹാറൂന്റെ കാലഘട്ടത്തിലെ പ്രശസ്ത സൂഫിയായിരുന്ന ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു ബീവിയുടെ ഇഷ്ട പണ്ഡിതരിൽ ഒരാളായിരുന്നു. ബഹ്ലൂലും ഹാറൂനും ബീവിയും ചേർന്നിട്ടുള്ള പല ചിന്താനീയവും രസകരവുമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഹാറൂൺ മരണമെടുത്തപ്പോൾ പിൻഗാമി ആരാവണമെന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനവും സുബൈദ ബീവിയുടെ അഭിപ്രായവും വ്യത്യസ്തമായിരുന്നു. മകനായ അമീനെയായിരുന്നു ബീവി താല്പര്യപ്പെട്ടത്. പക്ഷെ മാമൂന്റെ കഴിവിൽ ഹാറൂൺ താല്പര്യവാനായിരുന്നു. സുബൈദയുടെ അഭിപ്രായത്തെ അവഗണിക്കാൻ ഹാറൂൺ താല്പര്യപ്പെട്ടില്ല. ഹാറൂന്റെ മരണശേഷം അമീൻ ഭരണം ഏറ്റെടുത്തെങ്കിലും മാമൂൻ അദ്ദേഹത്തിന്റെ കഴിവും സാമർത്ഥ്യവും ഉപയോഗിച്ച് പിന്നീട് ഭരണത്തിലേറിയ ഖലീഫ മാമൂൻ സുബൈദയെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ബാഗ്ദാദ് മുതൽ മക്ക വരെ നടന്ന് ഹജ്ജിന് പോയിരുന്ന സുബൈദ തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ഐൻ സുബൈദ എന്ന മക്കയിലേക്കുള്ള ശുദ്ധജല വിതരണ സംരംഭമായ ഡാമും ദർബ് സുബൈദ എന്ന വഴിയും പണിതത് മാമൂന്റെ കാലത്തായിരുന്നു. പൊതുഖജനാവിൽ നിന്ന് 1 ദിർഹം പോലും എടുക്കാതെ പദ്ധതികളുടെ മുഴുവൻ ചെലവും വഹിച്ചത് ബീവിയായിരുന്നു. ഐൻ സുബൈദ ആധുനിക എഞ്ചിനീയർമാരെ വരെ അത്ഭുതപ്പെടുത്തിയ ഒരു പദ്ധതിയായിരുന്നു. തുടക്കത്തിൽ പദ്ധതിയുടെ ബുദ്ധിമുട്ടിനെയും ചെലവിനെയും പറ്റി ആകുലതപ്പെട്ട എഞ്ചിനീയർമാരോട് ബീവി ഒരു കൊത്തിന് 1 ദീനാർ വെച്ച് ചെലവ് വന്നാലും ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ചു.
ഹുനൈനിൽ നിന്ന് മക്കയിലേക്ക് വെള്ളമെത്തിക്കുന്ന ഈ കനാൽ അന്നത്തെ ബാഗ്ദാദൻ എഞ്ചിനീയർമാരുടെ കഴിവും കഠിനാധ്വാനവും വ്യക്തമാക്കുന്നതായിരുന്നു. കൂടെ സുബൈദ ബീവി എന്ന വിവേകവതിയായ ഭരണാധികാരിയുടെ വിവേകവും സാമ്പത്തിക പിന്തുണയും. ഏകദേശം 1200 വർഷത്തോളം മക്കയിൽ ശുദ്ധജല വിതരണം നടത്തിയത് ഇതിലൂടെയായിരുന്നു. തന്റെ ചെറുപ്പത്തിൽ പിതാവ് ഈ പദ്ധതി പുനർനിർമ്മിച്ചെടുത്തതിനെ പറ്റി മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. 5 വർഷങ്ങൾക്ക് മുൻപ് മക്കയിലെ ജലദൗർബല്യം പരിഹരിക്കുന്നതിനായി ആധുനിക സൗദിയിലെ 7ാമത്തെ രാജാവായിരുന്ന അബ്ദുള്ള രാജാവ് ഒരു പരിഹാര മാർഗം അന്വേഷിച്ചപ്പോൾ ഐൻ സുബൈദ പുനർനിർമ്മിക്കുന്നതാണ് വഴി എന്നതായിരുന്നു തീരുമാനം. പക്ഷേ സാങ്കേതിക ബുദ്ധിമുട്ട് കാരണം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 1300 വർഷത്തെ ശാസ്ത്ര വളർച്ച പോലും മധ്യകാലഘട്ടത്തിലെ ഒരു സ്ത്രീയുടെ ദൃഢതയ്ക്കും ബുദ്ധികൂർമ്മതയ്ക്കും മുന്നിൽ പരാജയപ്പെട്ടു. ദർബ് സുബൈദ ഒരു തീർത്ഥാടന മാർഗമായിരുന്നു. കൂഫ മുതൽ മക്ക വരെ നീണ്ടുകിടക്കുന്ന 27ഓളം സങ്കേതങ്ങൾ പണിയുകയും അവിടെയൊക്കെ തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു മാർഗം. പട്ടുപാതയും മറ്റും മാത്രം സഞ്ചാരയോഗ്യമായ കരമാർഗം ഉണ്ടായിരുന്ന കാലത്തായിരുന്നു അത്. മേന്മയുടെ സ്ത്രീരൂപം എന്നറിയപ്പെട്ടിരുന്ന മഹദി ഹാറൂൺ മരിച്ച് 22 വർഷങ്ങൾക്ക് ശേഷം ബാഗ്ദാദിൽ വെച്ച് മരണപ്പെട്ടു. മധ്യകാലത്തിലെ സുവർണകാലത്തിലെ സ്വപ്നറാണി, സംസ്കാരങ്ങളുടെ കളിത്തൊട്ടിലായ ബാഗ്ദാദിൽ കഥ പറച്ചിലുകാരുടെ ഇഷ്ടനായികയായി അന്ത്യവിശ്രമം കൊള്ളുന്നു.